ഒരു റിസൾട്ട് ഇതാണെന്നാണ് നമുക്ക് അറിയാനായിട്ട് പറ്റൂലേ. അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ്സിലായിരിക്കും സ്റ്റുഡൻസ് ഉണ്ടാവുക. എന്നാൽ അവരെക്കാൾ കുറച്ച് ടെൻഷൻ ഉണ്ടാവുക അവരുടെ അച്ഛനും അമ്മയ്ക്ക് ആവാനായിരുന്നു. എന്ത് കാര്യങ്ങൾ ചെയ്യുക നമ്മളിങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെയും വീട്ടിലൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെയൊക്കെ സമയത്ത് SSLC റിസൾട്ട് വരിക, 10th റിസൾട്ട് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ് എന്നുള്ള കാര്യമാണ്. എന്നാൽ ഇപ്പോഴും സംഭവം തന്നെയൊക്കെയാണ്. എക്സാം എഴുതി നിൽക്കുന്ന കുട്ടികൾക്ക് ഏതൊരു വർഷത്തെ റിസൾട്ട് വരുന്നതും അവരെ സംബന്ധിച്ച് ലൈക്ക് വലിയ സംഭവം തന്നെയാണ്. അവർ ഉദ്ദേശിച്ച പോലെ തന്നെയൊക്കെയാണ് റിസൾട്ട് വന്നത്. ഇനി ഒട്ടും അതിനെ കുറിച്ചിട്ട് കൺസേൺ അല്ല എന്ന് പറയുന്ന കുട്ടികൾ പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അവർ പ്ലാൻ ചെയ്തേക്കുന്ന അല്ലെങ്കിൽ അവർ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്ന ഒരു മാർക്ക് ഉണ്ടായിരിക്കും. അത് തന്നെയാണോ കിട്ടുന്നതെന്നൊക്കെ അറിയാനായിട്ട് അവർക്കൊരു ആകാംക്ഷ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ആകാംക്ഷയല്ല ആരെയാ കിട്ടിയ ആർക്കാ ആർക്കാ തുടർച്ചയായി പാവൂരിൽ നിന്ന് MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്ന വി.ഡി. സതീശൻ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ അദ്ദേഹം ചരിത്രത്തിലാദ്യമായി ഒരു മന്ത്രിപദത്തിലേക്ക് എത്തുമ്പോൾ അത് മുഖ്യമന്ത്രി കസേരയിലേക്കാണ് വി.ഡി. സതീശൻ എത്തുന്നത് എന്നതാണ്. അനിശ്ചിതത്വങ്ങൾ എല്ലാത്തിനും വ്യാപകമായിരിക്കുന്നു. വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. വി.ഡി. സതീശൻ For Venugopal out. പിന്നിൽ പോയി എന്നതായിരുന്നു ഈ ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിന് വഴിയൊരുക്കിയത്. ഘടകകക്ഷികളുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് വി.ഡി. സതീശൻ ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഒപ്പം മുതിർന്ന നേതാക്കളുടേത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ നിലപാടുകൾ നിർണായകമായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ വി.ഡി. സതീശന് എത്തുമ്പോൾ അത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ നമുക്ക് മുദ്രാവാക്യം പണപ്പെട്ടുന്ന ആഘോഷത്തിലേക്കായിരിക്കും തീർച്ചയായും വി.ഡി. സതീശൻ അനുഭവപ്പെടുത്തുക. അവർ 10 ദിവസമായി കാത്തിരിക്കുകയാണ്. വി.ഡി. സതീശൻ യോഗം വിളിക്കുകയും യാത്ര തിരിച്ചത് പ്രതിപക്ഷ നേതാവായിട്ടാണ് എങ്കിൽ ഇനി തന്റെ മണ്ഡലത്തിലേക്ക് എറണാകുളത്തെ പാർട്ടി ഓഫീസിലേക്ക് നേരത്തെ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറായില്ല. പ്രവർത്തകരുടെ ആവേശത്തിലേക്ക് എന്തായി തീരുന്നതിന് കാണാൻ ഞാൻ രാഹുൽ ഗാന്ധിന്റെ സപ്പോർട്ട് ഉണ്ടാവും. രാഹുൽ ഗാന്ധിക്ക് ഭയങ്കര വിഷമേ